ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോക്കാം. താങ്കളുടെ പേഴ്സൻ്റെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് കേട്ടോ. താങ്കളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, അദ്ദേഹത്തിന് നിങ്ങളോടുള്ള എനർജി എന്താണ്, അദ്ദേഹം നിങ്ങളെ കുറിച്ചുള്ള തീരുമാനം അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു വ്യത്യസ്തമായ റീഡിങ്, അതുപോലെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് മാത്രമാണ്. നാളെ നിങ്ങളെക്കുറിച്ച് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് എന്താ ചിന്തിക്കുന്ന ആളെ നോക്കാം. ഓക്കെ, തിരിഞ്ഞു പോയി. ഓക്കെ ഫ്രണ്ട്സ്, നോക്കട്ടെ. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കട്ടെ. 9 ഓഫ് വൺസ് ആണ്. 9 ഓഫ് വൺസ് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സംഘടനകളോ അല്ലെങ്കിൽ വളരെയധികം കഷ്ടപ്പാടോ വേദനകളൊക്കെ സഹിച്ച് വിജയിച്ചോ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അദ്ദേഹം ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭയമാണ്, പേടിയാണ്. എന്തായാലും അദ്ദേഹം വളരെയധികം പ്രശ്നങ്ങളെ നേരിട്ട് വിജയിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്ന മുഖത്ത് അല്പം ഭയമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും വിജയിച്ച ഭാവമാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം വളരെയധികം കഷ്ടപ്പാടുകളോ വളരെയധികം പ്രയാസങ്ങളോ വളരെയധികം പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എങ്കിലും മുഖത്തൊരല്പം പേടിയുണ്ടെങ്കിലും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. നിങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്ക് വേൾഡാണ്. വേൾഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിങ്ങളൊരു കംപ്ലീഷനാണ്, ഒരു പൂർത്തീകരണമാണ്. നിങ്ങളെക്കാൾ വലുതായിട്ട് അദ്ദേഹം വേറെ ആരുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പറ്റിയ അനുയോജ്യമായ ഒരു പാർട്ട്ണറാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇതുപോലെ കാണുന്നത്. ഏറ്റവും അദ്ദേഹത്തിന് സ്യൂട്ടായ ആപ്റ്റായ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണുന്നത്. അദ്ദേഹം നിങ്ങളെക്കുറിച്ച് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് നോക്കട്ടെ. നിങ്ങളെക്കുറിച്ച് എന്തിനാണ് അദ്ദേഹം നിങ്ങളിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അതാ ചോദിച്ചോട്ടെ. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ ചോദിച്ചു. അപ്പോൾ ഇത് എംപ്രസ് ആണ്. അദ്ദേഹം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പരിചരണമാണ്, ഒരു നർച്ചിങ് ആണ്. അതായത് നിങ്ങളൊരു പക്ഷേ നിങ്ങളൊരു അമ്മയെപ്പോലെ നിങ്ങൾ അദ്ദേഹത്തെ നേരത്തെ നോക്കിക്കൊണ്ടായിരിക്കാം, പരിപാലിച്ചിട്ടുണ്ടായിരിക്കാം, വളരെ കെയർ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഒരു എംപ്രസ് രാജ്ഞിയാണ്. അദ്ദേഹത്തിൻ്റെ അവരുടെ കഴുത്തിൽ കാണുന്ന മാല എന്ന് പറഞ്ഞ നവരത്നങ്ങളാണ്. കയ്യിലേക്കും 2 മാന്ത്രികണ്ടാണ്. അതുപോലെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പരിശുദ്ധിയുടെയാണ്. അതുപോലെ പരിവർത്തനം വന്ന സ്ത്രീയാണ്. അത് ചുവന്ന ഡ്രസ്സാണെങ്കിൽ അതൊരു പാഷനാണ്. അപ്പോൾ ഇതൊരു എന്തുകൊണ്ടും ഒരു സമ്പന്നയായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു കെയർ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം, പരിചരണം, നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് നിങ്ങൾ കാണുന്നത്. ഒരു അമ്മയെപ്പോലെ എല്ലാവിധ സപ്പോർട്ടും അദ്ദേഹം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അദ്ദേഹം നിങ്ങൾക്കായി കരുതിച്ചിരിക്കുന്നത് സാമ്പത്തികമാണ്. അപ്പം നിങ്ങളെ ഒരു നല്ല നിലയിൽ കണ്ടെത്തുക, ഫിനാൻഷ്യലി ഗ്രൗണ്ടഡായിട്ട് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു നിലയിൽ നിങ്ങളെ ഒരു രാജ്ഞിയെ പോലെ നോക്കുക, പരിചരിക്കുക, നിങ്ങളിലോട്ടുള്ള സന്തോഷമായ ലൈഫ് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോവുക. ഇതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കിട്ടിയിരിക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള ഫീലിംഗ് കിട്ടിയിരിക്കുന്നത് വേൾഡ് എന്ന് പറഞ്ഞാൽ വിവാഹമുണ്ട്, നല്ലൊരു ജീവിതമുണ്ട്, ആഘോഷമുണ്ട്, ഒരു കംപ്ലീഷനാണ് ഇത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അദ്ദേഹം ആഗ്രഹിക്കുന്നത് താങ്കളോട്ടുള്ള ലൈഫാണ്. താങ്കളുള്ള നല്ല രീതിയിൽ പരിപാലിച്ച് നല്ലൊരു രാജ്ഞിയെപ്പോലെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ പിക്ക് കാണുന്നത്. ഇവിടുത്തെ മീനിങ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കാർഡിൻ്റെ പല മീനിങ് ഒത്തിരി ഉണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് നോക്കായ മീനിങ് ഇതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്. ഇതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയെങ്കിൽ നിങ്ങൾക്കിത് ഹീൽ ചെയ്യാം. പിന്നെ നിങ്ങളെക്കുറിച്ച് എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത്, നിങ്ങൾക്കുള്ള ഉപദേശം നോക്കട്ടെ. ഒരു മോണോളജി കാർഡ് എടുക്കാം. നോക്കട്ടെ. യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നന്നായിട്ട് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. തന്നെയല്ല, നിങ്ങൾ വളരെയധികം ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്ന നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഉപദേശം എന്ന് പറഞ്ഞാൽ യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ താമസിയാതെ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു ജീവിതം, നല്ലൊരു മൊമെൻറ്റ് വരട്ടെ എന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. നിങ്ങളായിട്ടുള്ള ലൈഫ് വളരെ സമ്പന്നമായിട്ടും സന്തോഷകരമായിട്ടും പോകട്ടെ. നിങ്ങളുടെ ലൈഫ് വളരെയധികം രണ്ടുപേരും പരസ്പരം അറിഞ്ഞ് നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, വിഷ് ചെയ്യുന്നു. അപ്പോൾ ഇത് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ബിഫോർ ഗോയിങ് ടു സ്ലീപ്പ് യു മസ്റ്റ് വിഷ്വലൈസ് അബൌട്ട് യുവർ പേഴ്സൺസ് ലൈഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ്, ഏത് വിധത്തിൽ പോകണം എന്നുള്ളത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് നന്ദി പറയുക, താങ്ക് യു പറയുക. വെറുതെ അല്ല കേട്ടോ. എന്തൊരു കാര്യം പറഞ്ഞാൽ, ഏതൊരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചാലും പറഞ്ഞാലും ഒരു 3 പ്രാവശ്യം പറയുക, താങ്ക് യു യൂണിവേഴ്സ് പറയുക.
പിന്നെ നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന എന്ത് സാധനത്തിനും ഏതൊരു സാധനത്തിനും ഈവൻ ഒരു ഗ്ലാസ് വാട്ടർ കിട്ടിയാൽ പോലും നിങ്ങളതിനെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. താങ്ക് യു പറഞ്ഞിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ സമാധാനം, സന്തോഷം, സംതൃപ്തി, എൻ്റെ പേഴ്സണൽ ജീവിത വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു വിഷ്വലൈസ് കൊടുത്തിട്ടെങ്കിൽ ആ വെള്ളം കുടിക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതായിരിക്കും നമ്മുടെ ബോഡിയിലേക്ക് ആ വെള്ളം പോകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ നല്ല അഫർമേഷൻസ് കൊടുത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലും അത് പ്രവർത്തിക്കും. അത് താമസിയാൻ നമ്മളിലേക്ക് വരും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.